ചെറിയ മെസ്സേജ് പറയാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ കൊല്ലം ബീച്ചിലാണ് ഉള്ളത്. ഞാൻ എൻ്റെ കയ്യിൽ ഇച്ചിരി മണലെടുത്തിട്ടുണ്ട്. ഈ മണൽ മുറുക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾ നോക്കിയേ. ഞാനിത് മുറുക്കി പിടിച്ചിരിക്കുക കണ്ടോ. മുറുക്കി പിടിക്കും തോറും ഈ മണൽ താഴോട്ട് ഇങ്ങനെ ഉറുന്നുറുന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കണ്ടോ. മുറുക്കി പിടിക്കുന്നതനുസരിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് സാമ്പത്തികം നമ്മൾ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ചോർന്ന് പോകുന്ന വഴി അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീടിന് തൊട്ടടുത്തു നിന്നു കുറച്ച് നേരം ഇങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ബസ് കിട്ടാതിരുന്നപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഞാൻ പത്തനാപുരത്ത് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ് ജോലിയിലുള്ള ഒരു സ്നേഹിതനെയും കൂടെ കയറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഏകദേശം ഒരു മാസം 1,25,000 രൂപ ശമ്പളം കിട്ടുന്നവരാണ്. പക്ഷേ ഞാൻ ഓട്ടോയിൽ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോ ചാർജ് 150 രൂപ ആയി. ഒരു 50 രൂപയെങ്കിലും എൻ്റെ കയ്യിലെടുത്ത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം നൈസായിട്ട് ഇറങ്ങി അങ്ങ് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികം ചെലവാക്കാനായിട്ട് ചിലർക്ക് ഭയങ്കര മടിയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആവശ്യത്തിന് സാമ്പത്തികം ചെലവാക്കണം. ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഉണ്ട്. 1,25,000 രൂപ ശമ്പളം മേടിക്കുന്നവർ. ഞാൻ ചിന്തിച്ചു, ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ 50 രൂപയെങ്കിലും എൻ്റെ കയ്യിൽ എടുത്തു തരുമെന്ന് ചിന്തിച്ചാൽ. പക്ഷെ 5 പൈസ എൻ്റെ എടുത്തു തന്നില്ല. ആ പൈസ മുഴുവൻ ഓട്ടോ ചാർജ് ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചിലർ സാമ്പത്തികം ഇങ്ങനെ മുറുക്കി പിടിക്കും. ഈ മുറുക്കി പിടിക്കുന്നതനുസരിച്ച് ഈ ചോർന്ന് പോകുന്ന വഴി അറിയത്തില്ല. ചിലർ സുവിശേഷ വേലയ്ക്ക് 5 പൈസയും ചിലവാക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർ ആശുപത്രി കൊണ്ടു കൊടുക്കാനും കോടതിയിലും വക്കീലിനും കൊണ്ടു കൊടുക്കാനും ഒരു മടിയില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോകാനെന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻസിന് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട്, കബളിപ്പിക്കപ്പെടുന്നവരുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാമ്പത്തികം അത് ചെലവാക്കാനുള്ളതാണ്, മുറുക്കെ പിടിക്കാനുള്ളതല്ല. ആവശ്യത്തിന് ചെലവാക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ദൈവം തന്നിരിക്കുന്ന സാമ്പത്തികം ഇറുക്കി പിടിച്ചാൽ ഇതേപോലെ മണൽ ചോർന്ന് പോകുന്ന പോലെ ചോർന്ന് പോകും. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.